കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യത്തിനായി ഇന്ന് സൈന്യമെത്തും. ബൽഗാമിൽ നിന്നുള്ള 40-അംഗ കരസേനാ യൂണിറ്റും നാവികസേനയും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുക. രാവിലെ 6:30 മുതൽ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള ദൌത്യസംഘം രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. രാവിലെ മുതൽ പെയ്യുന്ന മഴ തിരച്ചിലിന് വെല്ലുവിളിയായേക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. തിരച്ചിലിന് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാൻ കർണാടക സർക്കാർ ISROയുടെ സഹായവും തേടിയിട്ടുണ്ട്. അങ്കോലയിൽ നിന്നും AK അഭിലാഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം ഒട്ടാകെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ. ഇപ്പോൾ കരസേന കൂടി എത്തുന്നതോടെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായൊരു കാലാവസ്ഥയാണോ നിലവിൽ അവിടെയുള്ളത്? ആര്യ, സകലവിധ സന്നാഹങ്ങളോട് കൂടിയാണ് 6-ാം ദിവസത്തെ തെരച്ചിലിന് പുനരാരംഭിക്കാൻ പോകുന്നത്. അതേസമയത്ത് കാലാവസ്ഥ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു സംശയമാണ് നിലവിലുള്ളത്. അത് പ്രധാനമായും ഇന്നലെ ഈ രക്ഷാദൗത്യം നിർത്തിവെക്കാൻ ഇടയാക്കിയ ആ മഴ ഇപ്പോഴും തുടർന്നു. ഇന്ന് രാവിലെയൊക്കെ നല്ല ശക്തമായ മഴയാണ് പ്രദേശത്തുണ്ടായിരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള സംശയമാണ് ഏതായാലും ഇപ്പോൾ ബലപ്പെടുന്നത്. ഏതായാലും ഇന്നലെ 4 മണിയോടുകൂടിയായിരുന്നു 2-ാം ഘട്ട ഈ റഡാർ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ലോറിയുടെ ഭാഗങ്ങളിൽ നിന്ന് കരുന്ന സ്ഥലം കണ്ടെത്തിയത്. അതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്യുകയും ഇവിടെ കുഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് ഇവിടെ വീണ്ടും മഴ പെയ്യുകയും കുഴിയിലടക്കം വെള്ളം കയറുകയും ചെയ്തത്. ഇതിനോടുകൂടിയാണ് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളോട് സംസാരിച്ചതിന് ശേഷം IG അടക്കമുള്ള ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് എത്തിയിരുന്നു. ഇവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം ഇന്നലെ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ തന്നെ കർണാടക നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരസേനയെ വിളിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ഏതായാലും ബൽഗാവിൽ നിന്നുള്ള കരസേന ഇന്ന് രാവിലെ 10 മണിയോടുകൂടി സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പായി തന്നെ ഈ രക്ഷാദൗത്യം ഇന്നലെ കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 6:30 തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ തുടരുന്ന മഴ ഏത് തരത്തിലായിരിക്കും വെല്ലുവിളിയാകുക, വില്ലനായി മാറുക എന്നുള്ള സംശയമാണ് ഉയർന്നത്. ഏതായാലും കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് കരസേനയെ വിളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കർണാടക സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. 6-ാം നാളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നലെ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പിഴച്ചുപോയ ഒരു രക്ഷാ ദൗത്യമാണ്. ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് നേർദിശയിലേക്ക് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കുടുംബം ആരോപിക്കുന്നത് പോലെ രക്ഷാദൗത്യത്തിൻ്റെ തുടക്കത്തിൽ മറ്റേതൊക്കെയോ മേഖലകളിലേക്കുള്ള തെരച്ചിലായിരുന്നു നടത്തിയത്. ഈ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു തെരച്ചിൽ സംവിധാനത്തിലേക്ക് പിന്നിടുകയാണ്. ഒപ്പം തന്നെ ഈ മണ്ണ് നീക്കൽ 6:30 തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ കരസേന 10:30 എത്തുക, മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ 6:30 തുടങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ ഈ മണ്ണ് മാറ്റൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ, അതിനുള്ള സജ്ജീകരണങ്ങളായിട്ടുണ്ടോ? മണ്ണ് മാറ്റുക എന്ന് തന്നെയല്ലേ ആദ്യത്തെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇന്നലെ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ആയിരിക്കില്ല എന്നൊരു പക്ഷേ മണ്ണ് മാറ്റൽ തുടങ്ങുക. കാരണം ഇന്നലെ മുകൾ ഭാഗത്ത് മണ്ണ് എടുത്തു മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ രീതിയിലായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം ആ രീതിയിൽ ആലോചിച്ചിരുന്നത്. പക്ഷേ ഏതാണ്ട് 15 അടിയോളം ഉള്ളിലായിട്ടാണ് ഇപ്പോൾ ഈ ട്രക്ക് കിടക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 15 അടിയോളം നീളത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് 20-22 അടിയോളം മണ്ണ് ഈ വാഹനത്തിന് മുമ്പിലായി ഉണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള രക്ഷാദൗത്യം കൂടുതൽ സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ കൂടി നടക്കേണ്ടതാണ്. പ്രധാനമായും മുകളിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ ഈ 11 അടിയോളമുള്ള മണ്ണ് തുറന്നെടുക്കുകയും അതോടൊപ്പം തന്നെ ലോറിക്ക് അകത്തേക്ക് കയറി അർജുനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്നലെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ കുഴികളിലേക്ക് വെള്ളമിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വശങ്ങളിലേക്കുള്ള ഇവിടെയുള്ള രക്ഷാപ്രവർത്തനമായിരിക്കുമോ ഇന്ന് നടത്തുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തത ഇല്ല. ഏതായാലും രക്ഷാദൗത്യം ആരംഭിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലും നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തേക്ക് ഇന്ന് എത്തും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഏതായാലും വളരെ സന്നാഹത്തോടു കൂടി സർവ്വസജ്ജമായുള്ള രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നടക്കുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാളിപ്പോയ രക്ഷാദൗത്യം ഇന്ന്
നേർദിശയിലേക്ക് എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് കരസേന അടക്കം എത്തുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും രക്ഷാദൗത്യത്തെ ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയാത്ത നിലയിലാണ്. ഏതായാലും രക്ഷാദൗത്യം ഇന്ന് രാവിലെ 6:30 തന്നെ തുടങ്ങും. രഞ്ജിത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഇന്നലെ ചീഫ് സെക്രട്ടറി നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്ന പിഴവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചീഫ് സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ IG-യെയും കൃത്യമായി ബോധിപ്പിച്ചിരുന്നു. ആദ്യം നടത്തേണ്ടുന്ന സ്ഥലത്ത് പോലും തെരച്ചിൽ നടത്താതെയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ നടത്തിയതും അത് പാളിപ്പോയി എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് GPS ലൊക്കേഷൻ ലഭിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ആ മേഖലയിൽ അതോടൊപ്പം തന്നെ കുറച്ച് മാറിയൊക്കെയായിരുന്നു പരിശോധന നടത്തേണ്ടത്. പക്ഷേ അതിന് പകരം കൂടുതൽ ദൂരേക്കുള്ള പരിശോധന നടത്തുകയും ഇത്രയും ദിവസം നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഏതായാലും രഞ്ജിത്ത് ഇന്നലെ വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഉത്തരമേഖല SP അടക്കമുള്ള ആളുകൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മനാഫിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരം സാഹചര്യം ഇന്ന് ആവർത്തിക്കപ്പെടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വരുന്നു, അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിക്കുകയും ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയായിരിക്കും രാവിലത്തെ രക്ഷാപ്രവർത്തനം നടക്കുക. അതിന് പിന്നാലെ കരസേന 10-11 മണിയോടുകൂടി കരസേന എത്തുന്നതോടുകൂടി കരസേനയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കരസേനയായിരിക്കും രക്ഷാദൗത്യം ഏറ്റെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് NDRF അടക്കമുള്ള സംഘങ്ങളുടെ സംയുക്തമായുള്ള ഒരു പരിശോധനയായിരിക്കും നടക്കുക. ഇപ്പോൾ ഏതാണ്ട് 100-ലേറെ NDRF സംഘങ്ങൾ ഇവിടെയുണ്ട്. അവർ കഴിഞ്ഞ 3 ദിവസമായി തെരച്ചിൽ നടത്തുകയാണ്. പക്ഷേ അവർക്ക് കൃത്യമായ ഒരു നേതൃത്വം ലഭിക്കാതിരുന്നതോട് കൂടിയാണ് ഇത്തരത്തിൽ അർജുനിലേക്ക് എത്താൻ കഴിയാതിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശോധനയിൽ വ്യക്തമാകുമ്പോൾ പോലും ഇപ്പോൾ ഇന്നലെ തന്നെ ISROയുടെ സഹായം ഉൾപ്പെടെ തേടിയിരുന്നു. അപ്പോൾ ഉപഗ്രഹ ചിത്രം ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള സാധ്യതയൊക്കെ തേടിയിരുന്നു. അപ്പോൾ അതുൾപ്പെടെ ഏറെ നിർണായകമാകില്ലേ ഇന്നത്തെ തിരച്ചിൽ? ISRO ഇത്തരം ദുരന്തമുഖത്ത് അവർ വലിയ തരത്തിൽ പങ്കുവഹിക്കാറുണ്ട്, ഈ വഴികാട്ടിയായി നിൽക്കാറുണ്ട് ഈ രക്ഷാദൗത്യ സംഘത്തിലൊക്കെ. അതുകൊണ്ട് ISRO ഇത്തരത്തിൽ ഏത് തരത്തിലായിരിക്കും ഇവർക്ക് സഹായം നൽകുക എന്ന് നമുക്ക് ഇപ്പോഴറിയില്ല. കാരണം ഉപഗ്രഹ ചിത്രങ്ങളടക്കം നൽകുകയായിരിക്കും. പക്ഷേ അത്രത്തോളം ഉയരമുള്ള ഒരു പ്രദേശമല്ല ഇവിടെ. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനകൾ നേരത്തെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ISROയുടെ ചിത്രങ്ങൾ എത്രത്തോളം താഴെയാണ് ഈ വാഹനം കിടക്കുന്നതെന്നുള്ള അടക്കം കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ റഡാർ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ വാഹനം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സ്കെച്ച് ചെയ്ത് ഉള്ള രക്ഷാപ്രവർത്തനമായിരുന്നു ഇന്നലെ നടന്നത്. അതിന് പിന്നാലെയാണ് കനത്ത മഴ വരികയും ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടിയും വരുന്നത്. ഏതായാലും ഇന്ന് അവിടെ തന്നെ ആ സ്ഥാനത്ത് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യും.